നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴ മൂലമറ്റത്ത് പായയിൽ കെട്ടിയ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പുരുഷന്റെ മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കം. സംഭവം കൊലപാതകമാകാമെന്ന നിഗമനത്തിൽ പോലീസ്. ബൈസൺ വാലി കൊച്ചുപ്പിൽ ടോറസ് ലോറി അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചത് വാഹനത്തിന്റെ ഡ്രൈവർ കമ്പിളികണ്ടം സ്വദേശി ആകാശ്. അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നും പാറപ്പൊടിയുമായി വന്ന ടോറസ് ലോറി. CPM ജില്ലാ സമ്മേളന നഗറിലേക്കുള്ള ദീപശിഖ പ്രയാണം ആരംഭിച്ചു. രക്തസാക്ഷി KK വിനോദിന്റെ ഇരട്ടയാറിലെ സ്മൃതി മണ്ഡപത്തിൽ ജില്ലാ സെക്രട്ടറി CV വർഗീസ് ദീപശിഖ പ്രയാണം ഉദ്ഘാടനം ചെയ്തു. 2026 തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ 3ാം തവണയും അധികാരത്തിലെത്തുമെന്ന് CV വർഗീസ്. കാട്ടുകൊമ്പൻ പടയപ്പ മദപ്പാടിലെന്ന് വനം വകുപ്പ്. മദപ്പാട് കണ്ടതോടെ ആനയെ നിരീക്ഷിക്കാനായി വാച്ചർമാരടങ്ങുന്ന പ്രത്യേക സംഘത്തെ വനം വകുപ്പ് നിയോഗിച്ചു. കഴിഞ്ഞ വർഷം മദപ്പാട് കാലത്ത് പടയപ്പ അക്രമാസക്തനാകുകയും ഇരുചക്ര വാഹനങ്ങളടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. തൊടുപുഴ മൂലമറ്റത്ത് പായയിൽ കെട്ടിയ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കമുണ്ട്. വനവകുപ്പിന്റെ കീഴിലുള്ള തേക്കിൻകൂപ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവം കൊലപാതകമാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. നാട്ടുകാരാണ് പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് കാഞ്ഞാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കോട്ടയം മേലുകാവ് സ്റ്റേഷൻ പരിധിയിൽ താമസിച്ചിരുന്നതും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതുമായ യുവാവിനെ കഴിഞ്ഞ കുറച്ചു ദിവസമായി കാണാനില്ലെന്ന് പരാതി ഉയർന്നിരുന്നു. കാണാതായ യുവാവിന്റേതായിരിക്കും മൃതദേഹമെന്ന നിഗമനത്തിലാണ് പോലീസ്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുള്ളതായും പോലീസ് പറഞ്ഞു. അതും കൂടി വന്നതിന് ഇൻവെസ്റ്റിനൊക്കെ ശേഷം എന്തെങ്കിലും തിരിച്ചറിയാമെന്ന രേഖകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അടയാളങ്ങളൊന്നും രണ്ടും നോക്കി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ബാക്കി DNA പ്രൊഫൈലിനൊക്കെ നടത്തി തിരിച്ചറിയും. മിസ്സിംഗ് കേസ് ഉണ്ട്, അത് തന്നെ അതാണെന്ന് സംശയം മാത്രമേ ഉള്ളൂ. അതൊന്നും പറയാറായിട്ടില്ല. വനം വകുപ്പിന്റെ കീഴിലുള്ള തേക്കിൻകൂപ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകമാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. തൊടുപുഴ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രദേശം കേന്ദ്രീകരിച്ച പരിശോധന നടത്തി. കോട്ടയം മേലുകാവിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയ ശേഷമായിരിക്കും കാണാതായ ആളാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ബൈസൺ വാലി കൊച്ചുപ്പിൽ ടോറസ് ലോറി അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. വാഹനത്തിന്റെ ഡ്രൈവർ കമ്പിളികണ്ടം സ്വദേശി ആകാശാണ് മരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും പാറപ്പൊടിയുമായി വന്ന ടോറസ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. രാജാക്കാട് ഭാഗത്തു നിന്നും കുഞ്ചിത്തണ്ണി ഭാഗത്തേക്ക് പാറപ്പൊടിയും കയറ്റിപ്പോയ ടോറസ് ലോറിയാണ് ജോസ്ഗിരി തേക്കിൻകാനം റോഡിൽ കൊച്ചുപ്പിന് സമീപം അപകടത്തിൽപ്പെട്ടത്. ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി മൺതിട്ടയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ക്യാബിൻ തകർന്നു. ഇതിനകത്ത് ആകാശ് അകപ്പെടുകയായിരുന്നു. പിന്നീട് JCB ഉപയോഗിച്ച് ക്യാബിൻ പൊളിച്ചാണ് ആകാശിനെ രാജാക്കാട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്തത്. തുടർന്ന് രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹർഷയാണ് ഭാര്യ. അജൻ, ആദർ, അലോക് എന്നിവരാണ് മക്കൾ. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. CPM ജില്ലാ സമ്മേളന നഗറിലേക്കുള്ള ദീപശിഖ പ്രയാണം ആരംഭിച്ചു. രക്തസാക്ഷി KK വിനോദിന്റെ ഇരട്ടയാറിലെ സ്മൃതി മണ്ഡപത്തിൽ ജില്ലാ സെക്രട്ടറി CV വർഗീസ് ദീപശിഖ പ്രയാണം ഉദ്ഘാടനം ചെയ്തു. 2026 തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ 3ാം തവണയും അധികാരത്തിലെത്തുമെന്ന് CV വർഗീസ് പറഞ്ഞു. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കട്ടപ്പന ഏരിയ കമ്മിറ്റിയിലെ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്മൃതി ദീപസംഗമവും നടന്നു. ഏരിയ കമ്മിറ്റിയിലെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന അന്തരിച്ച 30-ലേറെ പ്രവർത്തകരുടെ വീടുകളിൽ നിന്ന് കുടുംബാംഗങ്ങൾ തെളിയിച്ചു കൈമാറിയ ദീപങ്ങൾ ജാഥകളായി വിവിധ മേഖലകളിലൂടെ ഇടുക്കിക്കവലയിൽ എത്തി. ജില്ലാ കമ്മിറ്റി അംഗം VR സജി, ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരണം നൽകി. തുടർന്ന് വമ്പിച്ച ജാഥയായി രക്തസാക്ഷി KK വിനോദിന്റെ ഇരട്ടയാറിലെ സ്മൃതി മണ്ഡപത്തിൽ എത്തിച്ചേർന്ന ദീപശിഖ പ്രയാണത്തിൽ അണിചേർന്നു. തുടർന്ന് നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. 2026 തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ 3ാം തവണയും അധികാരത്തിൽ എത്തുമെന്ന്
CV വർഗീസ് പറഞ്ഞു. സതീശൻ പറഞ്ഞു, ഞങ്ങൾ 2026 ഈ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ച ആ VD സതീശനോട് പറയുന്നു, ഞങ്ങളുടെ പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ കൊല്ലത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിക്കുന്നത് വള്ളിയമ്മയെ സാക്ഷി നിർത്തി സാക്ഷികളെ സാക്ഷി നിർത്തി പറയുന്നു 2026 വീണ്ടും ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പുണ്ടാവും. ആ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ 3ാം തവണയും ഈ കേരളത്തിലെ രാഷ്ട്രീയ അധികാരം ഏറ്റെടുക്കുന്ന അനശ്വരമായ ഉജ്ജ്വലമായ തീരുമാനം ഏറ്റെടുക്കാൻ അതിന്റെ ഭാഗമായി ഇവിടുന്ന് പ്രിയപ്പെട്ട വള്ളിയമ്മയെ ഏറ്റുവാങ്ങുന്ന ദീപശിഖ ഈ പാർട്ടിയുടെ പ്രയാണത്തിന് മുന്നോട്ടുള്ള തീയായി കൊടുങ്കാറ്റിയായി അതുപോലെ തന്നെ ഉയർന്നു വരുന്ന ആ പോരാട്ട ഭൂമിയിലേക്ക് നിങ്ങൾ ഒത്തുചേർന്ന മുഴുവൻ സഖാക്കളെയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യം ചെയ്ത് വരുന്ന 6ാം തീയതി നടക്കുന്ന ഭരണത്തിൽ 1.5 ലക്ഷം ആളുകൾ എഴുന്നേൽക്കുന്ന ഭരണത്തോടുകൂടി ഈ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം സമാപിക്കുമ്പോൾ തീർച്ചയായും പ്രിയപ്പെട്ടവര് ഒരു പുതിയ നിശാബോധത്തിന്റെ പുതിയ പോരാട്ടത്തിന്റെ വീറും വാശിയുമായ സമ്മേളനം മാറാൻ അതിനാവേശം പകരാൻ ഉടനെ ആരംഭിക്കുന്ന പ്രിയപ്പെട്ട വള്ളിയമ്മയെന്നും സഖാവ് റോബി ഏറ്റുവാങ്ങുന്ന ആ ദീപശിഖ പ്രയാണത്തിന് ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ക്യാപ്റ്റനായ ജാഥയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MJ മാത്യു വൈസ് ക്യാപ്റ്റനും ജില്ലാ കമ്മിറ്റി അംഗം VR സജി, ഏരിയ സെക്രട്ടറിമാരായ PB സബീഷ്, മാത്യു ജോർജ് എന്നിവർ അംഗങ്ങളുമാണ്. രക്തസാക്ഷി വിനോദിന്റെ അമ്മ വള്ളിയമ്മ ദീപശിഖ തെളിയിച്ചു. തുടർന്ന് പ്രയാണമായി ഇടുക്കിയിലെ ധീരജ് രാജേന്ദ്രൻ സ്മൃതി കുടീരത്തിൽ എത്തി. തിങ്കളാഴ്ച രാവിലെ പ്രയാണം ആരംഭിച്ച തൊടുപുഴയിലെ സമ്മേളന നഗറിലെത്തും. ഇരട്ടയാറ്റിൽ നടന്ന പരിപാടിയിൽ മുതിർന്ന നേതാക്കളും നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മറയൂർ ഡിവിഷനിൽ കർഷകരെ ദ്രോഹിക്കുന്നുവെന്നാരോപിച്ച് സ്വതന്ത്ര കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. നിലമ്പൂർ മുൻ MLA PV അൻവർ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെതിരെ PV അൻവർ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. രാഷ്ട്രീയ കിസാൻ മഹാസംഘ്, ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ്, അതിജീവന പോരാട്ടവേദി, മലനാട് കർഷക രക്ഷാസമിതി, വിഫാം ഫാർമേഴ്സ് ഫൗണ്ടേഷൻ, ആം ആദ്മി പാർട്ടി, കർഷക വിഭാഗം തുടങ്ങി വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ പ്രതിഷേധ സദസ്സിൽ പങ്കെടുത്തു. നിലമ്പൂർ മുൻ MLA PV അൻവർ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിൽ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെതിരെ PV അൻവർ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. വയനാട്ടിൽ ഒരു വീടിന്റെ മുറ്റത്തിട്ട് ജോസ് എന്ന് പറയുന്ന സഹോദരന് പിന്നാലെ ആന ഓടി വന്ന് മുറ്റത്തിട്ട് കോൺക്രീറ്റിന്റെ തറയിൽ ആ മനുഷ്യരെ ചവിട്ടിയിറക്കുന്ന വീഡിയോ കണ്ടവരാണ് കേരളം. അവിടുത്തെ MLA T സിദ്ദീഖ് ആ സംഭവത്തിന് ശേഷം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി. വളരെ വേദനയോടുകൂടി സിദ്ദീഖ് വിഷയം അവതരിപ്പിച്ചപ്പോ അതിന് മറുപടി പറയാൻ എണീറ്റ കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി പറഞ്ഞ മറുപടി കേരളത്തിലെ ജനങ്ങൾ കേട്ടതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞാൻ വനം വന്യജീവി വകുപ്പ് സംരക്ഷണ വകുപ്പ് മന്ത്രിയാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വനം വന്യജീവി സംരക്ഷണ മന്ത്രിയാണ്. എനിക്ക് ഈ കേരളത്തിലെ മനുഷ്യരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയുമില്ല എന്ന് അടിവരയിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ കേരളത്തിന്റെ 3.5 കോടി ജനങ്ങൾ നോക്കി പറയാൻ ഒരു മടിയും ഒരു ദാക്ഷിണ്യവും ഈ ജനങ്ങളോടില്ലാത്ത മന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ചെയർമാൻ PM ബേബി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോണി K ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് മാൻസൺ, അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, റസാഖ് ചൂരവേലിൽ, അജിത് പൊറ്റാസ്, ഡയസ് പുല്ലൻ, മാത്യു ജോസ് ആറ്റുപുറം തുടങ്ങി വിവിധ സംഘടനാ പ്രതിനിധികൾ സംസാരിച്ചു. കാട്ടുകൊമ്പൻ പടയപ്പ മദപ്പാടിൽ നിന്ന് വനം വകുപ്പ്. മദപ്പാട് കണ്ടതോടെ ആനയെ നിരീക്ഷിക്കാനായി വാച്ചർമാരടങ്ങുന്ന പ്രത്യേക സംഘത്തെയും വനം വകുപ്പ് നിയോഗിച്ചു. കഴിഞ്ഞ വർഷം മദപ്പാട് കാലത്ത് പടയപ്പ അക്രമാസക്തനാകുകയും ഇരുചക്ര വാഹനങ്ങളടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പതിവ് സാന്നിധ്യമായ കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് മദപ്പാട് കണ്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഇടത് ചെവിയുടെ ഭാഗത്തായാണ് മദപ്പാട് കണ്ടെത്തിയത്. മദപ്പാട് കണ്ടതോടെ ആനയെ നിരീക്ഷിക്കാനായി വാച്ചർമാരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയമിച്ചതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ ഒരു 3 ദിവസം കൊണ്ട് നമ്മൾ പടയപ്പയെ എന്നുള്ളത് ആനയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. അപ്പം അതിൽ നിന്ന് മനസ്സിലായത് അത് മസ്തിലേക്ക് കടന്നിട്ടുള്ളതാണ്. അപ്പം അതിനെപ്പറ്റി ജനങ്ങളെ അറിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതുപോലെ നമ്മുടെ അതിൻ്റെ നിരീക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ 2 വാച്ചർമാരെ പൂർണ്ണസമയം ഈ ആനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പം നിയോഗിച്ചിരിക്കുകയാണ്. അരട്ടി സംഘം പടയപ്പോടൊപ്പം ഉണ്ടാവും.
ഇപ്പം കാര്യമായിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. ഒരു 3 ദിവസമായിട്ടാണ് നമ്മളിങ്ങനെ മസ്തിലാണെന്നുള്ള വിവരം നമുക്ക് ലഭിച്ചത്. നമ്മളതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് വെറ്റിനറി ഡോക്ടർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് പടയപ്പ മസ്തിൽ പ്രവേശിച്ചിരിക്കുന്നതായിട്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി പകുതിയോടെയാണ് പടയപ്പയിൽ മദപ്പാട് കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം മദപ്പാട് കാലത്ത് പടയപ്പ അക്രമാസക്തനാകുകയും ഇരുചക്ര വാഹനങ്ങളടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. മുൻ വർഷങ്ങളിൽ ശാന്ത സ്വഭാവക്കാരനായിരുന്ന പടയപ്പ ഇപ്പോൾ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുണ്ട്. ഉൾവനത്തിലേക്ക് പിൻവാങ്ങാതെ ജനവാസ മേഖലകളിലൂടെ തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി പടയപ്പയുടെ സഞ്ചാരം. അധികൃതരുടെ അനാസ്ഥ മൂലം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ മുരിക്കാശ്ശേരിയിലുള്ള കമ്മ്യൂണിറ്റി ഹാൾ നാശത്തിന്റെ വക്കിൽ. കോടിക്കണക്കിന് രൂപ മുടക്കി ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാൾ പിന്നീട് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകിയെങ്കിലും പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് പൂർണ്ണമായും നശിച്ചു. കമ്മ്യൂണിറ്റി ഹാൾ ഇപ്പോൾ പഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രമാണ്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന ഖരമാലിന്യങ്ങൾ സൂക്ഷിക്കാൻ ഒരിടം ആവശ്യമാണ്. എന്നാൽ അതിനായി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത സ്ഥലം ഒന്ന് കാണേണ്ടത് തന്നെ. പഞ്ചായത്ത് ഓഫീസ് ഇരിക്കുന്ന മുരിക്കാശ്ശേരി വാർഡിൽ തന്നെയുള്ള കമ്മ്യൂണിറ്റി ഹാളിലാണ് മാലിന്യം ശേഖരിക്കാനായി ഭരണസമിതി സ്ഥലം കണ്ടെത്തിയത്. 2 കോടിയിലധികം രൂപ മുതൽ മുടക്കി ജില്ലാ പഞ്ചായത്താണ് ഈ സാംസ്കാരിക നിലയം ഇവിടെ നിർമ്മിച്ചത്. നിരന്തരമുള്ള സമ്മർദ്ദത്തെ തുടർന്ന് നിരവധി അവകാശവാദങ്ങൾ ഉന്നയിച്ച് 2015 ജില്ലാ പഞ്ചായത്തിൽ നിന്നും കമ്മ്യൂണിറ്റി ഹാൾ വാത്തിക്കുടി പഞ്ചായത്ത് ഏറ്റെടുത്തു. പിന്നീടുള്ള 3-4 വർഷങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ത്രിതല പഞ്ചായത്തുകളുടെ ഉൾപ്പെടെ സർക്കാർ തലത്തിലുള്ള നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം ചെറിയ വാടകയ്ക്ക് വിവാഹ ചടങ്ങുകൾക്കും സംഘടനകൾക്കും വിട്ടു നൽകുകയും ചെയ്തു. 2018 ശേഷം ഈ കമ്മ്യൂണിറ്റി ഹാൾ ചുമതലക്കാരായ വാത്തിക്കുടി പഞ്ചായത്ത് സംരക്ഷിക്കാതെയായി. നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയോട് നിരവധി തവണ നാട്ടുകാരും മാധ്യമങ്ങളുമെല്ലാം വിഷയം ചൂണ്ടിക്കാട്ടിയെങ്കിലും നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മുരിക്കാശ്ശേരിയിലെ കമ്മ്യൂണിറ്റി ഹാൾ. 2018 വരെ വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ. എന്നാൽ 2018 മുതൽ ഈ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഇതിന് യാതൊരുവിധ മെയിൻ്റനൻസുകൾ നടത്തുകയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു കാര്യങ്ങൾ ചെയ്യല്ല, മാലിന്യങ്ങൾ നിറയ്ക്കുന്ന ഒരു കൂമ്പാരമായിട്ട് ഈ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ മാറിയിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ 4000 രൂപയും 5000 രൂപയും കൊടുത്ത് അവരുടെ കുട്ടികളുടെ വിവാഹം, അതുപോലെ പഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ വർക്കിംഗ് ഗ്രൂപ്പുകൾ, വികസന സെമിനാറുകൾ, മിനിസ്റ്റർമാർ വരെ പങ്കെടുത്തിരിക്കുന്ന പരിപാടികൾ പങ്കെടുത്തിരിക്കുന്നതാണ്. എന്നാൽ ഇത് മാലിന്യ കൂമ്പാരവും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ പഞ്ചായത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമായി ഇത് മാറിയിരിക്കുന്നതാണ്. കെട്ടിടത്തിന്റെ ഉൾഭാഗം ചിതലരിച്ച് സീലിംഗ് ഉൾപ്പെടെയുള്ളവ തകർന്നു തുടങ്ങി. 800-ലധികം കസേരകളും മേശ ഉൾപ്പെടെയുള്ള മറ്റുപകരണങ്ങളും നാശത്തിന്റെ വക്കിലാണ്. സംരക്ഷണ ചുമതലയുള്ള വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ അശ്രദ്ധ കൊണ്ട് മാത്രം പൊതുമുതൽ നശിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുരിക്കാശ്ശേരിയിലെ കമ്മ്യൂണിറ്റി ഹാൾ. വരയാടുകളുടെ പ്രജനന കാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനം അടച്ചു. മാർച്ച് 31 വരെ 2 മാസക്കാലത്തേക്ക് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല. പ്രജനന കാലത്ത് വരയാടുകൾക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി വരുന്നത്. ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31 വരെ 2 മാസക്കാലത്തേക്ക് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല. പ്രജനനകാലത്ത് വരയാടുകൾക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി വരുന്നത്. വരയാടുകളുടെ ആവാസ കേന്ദ്രമായ ഉദ്യാനത്തിൽ വരയാട്ടിൻ കുഞ്ഞുങ്ങൾ പിറന്നു തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ 1 പാർക്ക് വീണ്ടും തുറക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിലായി വരയാടുകളുടെ കണക്കെടുപ്പ് ആരംഭിക്കും. കഴിഞ്ഞ മെയ് മാസം നടത്തിയ കണക്കെടുപ്പിൽ ഇരവികുളം ഉൾപ്പെടെയുള്ള വരയാടുകളുടെ ആവാസ കേന്ദ്രങ്ങളിൽ 827 വരയാടുകളെയാണ് കണ്ടെത്തിയത്. ഇതിൽ 144 പുതിയ കുഞ്ഞുങ്ങളായിരുന്നു. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം. പഴയ കൊച്ചറ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിനിടെ സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പടക്കത്തിന് തീപിടിച്ചു. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. ചേറ്റുകുഴി ചിറവക്കാട്ട് ജോബിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ജോബിയെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മറ്റു പടക്കങ്ങൾക്ക് തീപിടിക്കുകയായിരുന്നു.
ഗുരുതരമായി പരിക്കേറ്റ ജോബിയെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സംഭവത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ചു. നെടുങ്കണ്ടത്ത് പുൽമേടിന് തീ പിടിച്ചു. കല്ലാർ ഡാമിനോട് ചേർന്നുള്ള മേഖലയിലാണ് തീ പടർന്നത്. നെടുങ്കണ്ടം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി 2 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ അണച്ചു. കല്ലാർ ഡാമിനോട് ചേർന്നുള്ള മേഖലയിലാണ് തീ പടർന്നത്. ജനവാസ മേഖലയോട് ചേർന്ന KSEB അധീനതയിലുള്ള മേഖലയാണിവിടം. തീപിടുത്തമുണ്ടായതറിഞ്ഞ് നാട്ടുകാർ നെടുങ്കണ്ടം ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നീണ്ട 2 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീ അണച്ചു. തീപിടുത്തത്തിൽ പുൽമേട് പൂർണ്ണമായും കത്തിനശിച്ചു. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള തീപിടുത്തങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇത്തരത്തിലുള്ള മേഖലകളിൽ അലക്ഷ്യമായി സിഗരറ്റ് കുറ്റികൾ ഉൾപ്പെടെയുള്ളവ വലിച്ചെറിയരുതെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ശ്രീ കുമാരഗുരുദേവന്റെ ചൈതന്യം സമൂഹത്തിൽ പകർന്നു കൊടുക്കാനും പ്രവർത്തനത്തിലൂടെ ജനങ്ങളെ വിശ്വസിപ്പിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് PRDSന്റെ പ്രത്യേകതയെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ തോവാള ശാഖയുടെ 50ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെബ്രുവരി 1-2 തീയതികളിലായാണ് വാഴ്ചയിൽ അധിപൻ PRDSന്റെ തോവാള ശാഖ സന്ദർശിച്ചതിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗവൺമെന്റിലെ അടിസ്ഥാനപരമായ വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ പ്രത്യേകമായി എല്ലാ തരത്തിലും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവിധമായ ആശംസകളും നേരിട്ട് PRDSന്റെ പ്രത്യക്ഷ ദേവസഭയുടെ ഈ തോവാള ശാഖ 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഗുരുദേവന്റെ ചൈതന്യം, ആ വിശ്വാസം, ആ തീക്ഷ്ണത അത് സമൂഹത്തിലൂടെ പകർന്നു കൊടുക്കാനും പ്രവർത്തനത്തിലൂടെ ജനങ്ങളെ വിശ്വസിക്കാനും കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. 1ാം ദിവസം ദീപാരാധന, കൊടിയേറ്റ്, പുഷ്പാർച്ചന, സംഗീതാരാധന, സെമിനാർ എന്നിവയ്ക്ക് ശേഷം PRDSന്റെ ചരിത്ര പുസ്തക പ്രകാശനം കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹനൻ നിർവഹിച്ചു. തുടർന്ന് വിദ്യാർത്ഥി യുവജന മഹിളാ സമ്മേളനം നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അടിമത്തത്തിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുടെ ജീവിതകാലം മുഴുവൻ മാറ്റിവെച്ചു എന്നുള്ളതാണ് ചരിത്രം പിന്നിലേക്ക് നമ്മളെ പഠിപ്പിക്കുന്നത്. ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്രീ പൊയ്കയിൽ കുമാരഗുരുദേവനും അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയും അദ്ദേഹത്തിന്റെ ബഹുമാനമുള്ള മക്കളും ഒക്കെ ചേർന്ന് ഒരു സമൂഹത്തിനെ വലിയൊരു ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നു. ഇരട്ടയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ലൈബ്രറി സമർപ്പണം നടത്തി. PRDS യുവജന സംഘം പ്രസിഡന്റ് മനോജ് K. രാജൻ അധ്യക്ഷനായിരുന്നു. EJ പാപ്പു, S. ജ്ഞാനസുന്ദരൻ, വിനോദ് കുമാർ KR, സ്വാതി, മോഹൻലാൽ തുടങ്ങിയവർ സംസാരിച്ചു. രക്ഷാധികാരി MK വിജയൻ, PK രാമചന്ദ്രൻ, PP അയ്യപ്പൻകുട്ടി, TJ ശശികുമാർ, KK മോഹൻലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ DYFI പ്രവർത്തകന് നേരെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ വധഭീഷണിയും കയ്യേറ്റ ശ്രമവും നടത്തിയതായി പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ കട്ടപ്പനയിൽ പ്രകടനവും യോഗവും നടത്തി. DYFI കട്ടപ്പന സൗത്ത് മേഖലാ സെക്രട്ടറി ബിബിൻ ബാബുവിനെ അക്രമി സംഘം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നാണ് പരാതി. ബസ് സ്റ്റാൻഡിൽ സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പരിപാടിക്കെത്തിയവർ വധഭീഷണി മുഴക്കി വളയുകയായിരുന്നുവെന്നാണ് ആരോപണം. തുടർന്ന് അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് പരാതി. സംഭവത്തിൽ KSU നേതാക്കളായ ജോൺസൺ, റോബിൻ, കണ്ടാൽ അറിയാവുന്ന 10 പേർ എന്നിവർക്കെതിരെ കട്ടപ്പന പോലീസിൽ പരാതിയും നൽകി. ഇതിനുശേഷമാണ് DYFI പ്രവർത്തകർ കട്ടപ്പനയിൽ പ്രകടനം നടത്തിയത്. CPM ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. DYFIയുടെ വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി സഖാവ് ബിബിൻ യോഗം നടക്കുന്നതിന് വളരെ ദൂരെയാണ് നിന്നത്. ആ സഖാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനും അതുപോലെ തന്നെ ചീത്ത വിളിക്കുന്നതിനും ആക്ഷേപിക്കുന്നതിനും കലാപമുണ്ടാക്കുന്നതിനും വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ക്രിമിനലുകൾ ആ സഖാവിനെ ആക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്യുകയുമാണ് ഉണ്ടായത്.
ഇത്തരം തോന്നിയവാസങ്ങൾ നമ്മുടെ കട്ടപ്പനയിൽ നടത്തുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കോൺഗ്രസിന്റെ ആളുകൾ നന്നായി മനസ്സിലാക്കണം. കട്ടപ്പന അതിനൊന്നും പറ്റുന്ന നാടല്ല എന്ന് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഒക്കെ നല്ല അനുഭവങ്ങൾ ഇതിനു മുമ്പ് ഉള്ളതാണ്. നേതാക്കളായ ടോമി ജോർജ്, ലിജോബി ബേബി, KN വിനീഷ് കുമാർ, ഫൈസൽ ജാഫർ, നിയാസ് അബു, ഫ്രെഡി മാത്യു, TGM രാജു, CR മുരളി, സിബിൻ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുഴുവൻ അംഗങ്ങൾക്കും പണം തിരികെ നൽകുമെന്ന സീഡ് സൊസൈറ്റി ഭാരവാഹികൾ. വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന പേരിൽ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണമോ ഉറപ്പു നൽകിയ വസ്തുക്കളോ നൽകുമെന്നും ജില്ലാ ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സൊസൈറ്റി തലവനായ അനന്തു കൃഷ്ണൻ പുറത്തിറങ്ങിയാൽ മാത്രമേ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണമോ ഉറപ്പു നൽകിയ വസ്തുക്കളോ നൽകാൻ കഴിയൂ. സാമ്പത്തിക കാര്യങ്ങളൊന്നും തങ്ങൾക്ക് അറിയില്ലെന്നും സീഡ് ഭാരവാഹികൾ പറഞ്ഞു. നിലവിൽ നാഷണൽ NGO കോൺഫെഡറേഷന്റെ ചെയർമാൻ ശ്രീ KN ആനന്ദകുമാർ സാറും സെക്രട്ടറി അനന്തു കൃഷ്ണനുമാണ്. സ്പിയാഡ്സിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ശ്രീമതി ഷീബ സുരേഷും സെക്രട്ടറി സുമ അനിൽകുമാറുമാണ്. അവരുടെ എല്ലാം നേതൃത്വത്തിലാണ് ഈ പ്രോജക്റ്റുകളും സൊസൈറ്റികളുടെ കാര്യങ്ങളും മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അവരുടെ എല്ലാം നേതൃത്വത്തിലാണ്. അല്ലാതെ അനന്തു കൃഷ്ണൻ എന്ന ഒരു വ്യക്തിയുടെ മാത്രം ഒരു ഇതിലല്ല ഇതെല്ലാം പോകുന്നത്. അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ആളുകൾ നമ്മുടെ സീഡ് സൊസൈറ്റി മുഖാന്തരം പൈസ അടച്ച ആളുകൾക്കുള്ള പൈസ കൊടുക്കുകയും അവരുടെ ഒന്നെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ സാധനങ്ങൾക്ക് വേണ്ടിയാണല്ലോ അത് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഞങ്ങൾ. അത് കൊടുക്കാനുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് തേടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പണം എല്ലാവർക്കും തിരികെ നൽകും. അതിന് സൊസൈറ്റി തലവനായ അനന്തു കൃഷ്ണൻ പുറത്തിറങ്ങണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അനന്തു സാറ് പുറത്തു വന്നെങ്കിൽ മാത്രമേ നമ്മളുടെ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികൾ പൂർണ്ണമായിട്ടും നിർവഹിച്ച് അവർക്ക് നമ്മൾക്ക് ഈ പദ്ധതികൾ ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സാറ് പുറത്തു വരട്ടെ. ഈ ഗുണഭോക്താക്കൾക്കെല്ലാം അവരുടേതായ പദ്ധതികൾ നടക്കാൻ ഇടയാകട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. സൊസൈറ്റി നേതാവായ അംഗം രാജ്യം വിട്ടെന്ന പ്രചരണം ശരിയല്ല. മകളുടെ കുട്ടിയെ നോക്കാൻ UK പോയിരിക്കുകയാണ്. പണം ഏതൊക്കെ അക്കൗണ്ടുകൾ വഴി എത്തിയെന്നത് തങ്ങൾക്കറിയില്ല എന്നും ഇവർ വ്യക്തമാക്കി. ഇതിന്റെ എല്ലാ അക്കൗണ്ടും നമുക്ക് നാഷണൽ NGO കോൺഫെഡറേഷൻ നിർദ്ദേശിച്ചു തരുന്ന അക്കൗണ്ടുകൾ ഏതാണോ ആ അക്കൗണ്ടിലേക്ക് സീഡ് സൊസൈറ്റികളല്ല ഗുണഭോക്താക്കൾ നേരിട്ട് തന്നെ അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ വ്യക്തമായ ഒരു കണക്ക് നമ്മൾക്ക് ഇല്ലാതെ എറണാകുളം ഓഫീസിലാണ് അതിന്റെ വ്യക്തമായ കണക്ക്. പിന്നെ ചില ആളുകൾ നമ്മളിലേക്ക് അറിയിക്കുന്ന പ്രകാരമുള്ള കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഏതൊക്കെ കമ്പനികളാണ് CSR ഫണ്ട് നൽകിയതെന്നും തങ്ങൾക്ക് വ്യക്തമല്ലെന്നും നേതാക്കൾ പറഞ്ഞു. ജില്ലാ കോർഡിനേറ്റർ ആലീസ് വർഗീസ്, രാജമ്മ രാജൻ, ബിൻസി ജോസഫ്, സാലി ജേക്കബ്, LC അലക്സ്, ജ്യോതി മണി, യമുന പ്രദീപ്, റീന ടോമി, ഷെറി തോമസ്, സൂസൻ ജോസഫ്, സതി, മഞ്ജു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജനമനസ്സുകളിൽ ഇന്നും ജീവിക്കുന്ന ഓർമ്മയായി KM മാണി നിലനിൽക്കുന്നത് തന്റെ പ്രവർത്തന മേഖലകളിലെല്ലാം കരുണയും അശരണർക്ക് ആലംബവുമായി മാറാൻ കഴിഞ്ഞതിലൂടെയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. KM മാണിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മുരിക്കാശ്ശേരി പടമുഖം സ്നേഹമന്ദിരത്തിൽ നടത്തിയ കാരുണ്യ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KM മാണിയുടെ ഓരോ ബജറ്റും കൃഷിക്കും അടിസ്ഥാന വികസനത്തിനും വളരെ പ്രാധാന്യം നൽകിയിരുന്നു. കാരുണ്യ ചികിത്സാ പദ്ധതിയും കാരുണ്യ ബെനോവലന്റ് സ്കീമും സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസം പകർന്നു. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം തന്റെ ജന്മദിനം അഗതി മന്ദിരങ്ങളിലും അശരണരോടുമൊപ്പമായിരുന്നു ആഘോഷിച്ചിരുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിന്റെ മരണശേഷവും ജന്മദിനം കാരുണ്യദിനമായി ആചരിക്കുന്നതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് KM മാണി. KM മാണി സാർ എന്ന ആശയവും ആഗ്രഹവുമാണ് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത്. കാലഘട്ടത്തിൽ ഈ പാർട്ടിയെ നയിക്കാൻ യോഗ്യനായ ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് പോവുകയാണ്. കേരള കോൺഗ്രസിൻ്റെ നിലപാടുകളും കേരള കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടും മലയോര മേഖലയോടും കർഷകരോടും എന്നും പ്രതിബദ്ധത പുലർത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ അടിയുറച്ചു നിൽക്കുവാനും ആ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും പരമാവധി കഴിയുന്നത്ര ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുവാൻ മാണി സാറിൻ്റെ ഓർമ്മകൾ ഞങ്ങൾ ശ്രദ്ധിക്കും. സ്നേഹമന്ദിരത്തിലെ അന്തേവാസികൾക്ക് മന്ത്രി ഭക്ഷണം വിളമ്പി നൽകി. പാർട്ടി ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷാജി കാഞ്ഞമല, പടമുഖം സ്നേഹമന്ദിരം ഡയറക്ടർ ഡോക്ടർ VC രാജു, നേതാക്കളായ ജോസ് കുഴികണ്ടം, TP മൽക്ക, ഷിജോ തടത്തിൽ, ജെയിംസ് മ്ലാക്കുഴി, ബേബി കാഞ്ഞിരത്താം കുന്നേൽ, ജോർജ് അമ്പഴം, ജോമോൻ പൊടിപാറ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയോടനുബന്ധിച്ച ആലപ്പുഴ മാന്നാറിൽ നിന്നും ആരംഭിച്ച വിഗ്രഹ ഘോഷയാത്രയ്ക്ക് മാട്ടുക്കട്ടയിൽ സ്വീകരണം നൽകി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ പങ്കാളികളായി.
അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം ഫെബ്രുവരി 1-ാം തീയതിയാണ് ആരംഭിച്ചത്. അയ്യപ്പ ഭഗവാന്റെയും ദേവിയുടെയും വിഗ്രഹ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ആലപ്പുഴ മാന്നാനത്തു നിന്നും ആരംഭിച്ച വിഗ്രഹ ഘോഷയാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. ഇതിനുശേഷമാണ് മാട്ടുക്കട്ടയിലെത്തിയത്. മാട്ടുക്കട്ട ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രം ഭാരവാഹികൾ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. തുടർന്ന് നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ തങ്ക അങ്കി ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തി. ഫെബ്രുവരി 10-ാം തീയതി 9 മണിക്കും 10 മണിക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് വിഗ്രഹ പ്രതിഷ്ഠ നടക്കുക. പണിക്കൻകുടി സെന്റ് ജോൺ മരിയ വിയാനി പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെയും പരിശുദ്ധ കനികാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. ഫാദർ മാത്യു അരിപ്ലാക്കൽ കൊടിയേറ്റുകർമ്മം നിർവഹിച്ചു. ഫെബ്രുവരി 3-ാം തീയതി വാഹന പ്രദക്ഷിണം നടക്കും. വൈകിട്ട് 4:15 നൊവേന, കാഴ്ച സമർപ്പണം, 4:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ എന്നിവയും നടക്കും. ഫാദർ ഫ്രാൻസിസ് അമ്പലത്തിങ്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കുർബാന നടക്കുക. 4-ാം തീയതി രാവിലെ മുനിയറ വാർഡിലേക്ക് വീട്ടമ്പും വൈകിട്ട് 3:30 വാഹന പ്രദക്ഷിണവും തുടർന്ന് നൊവേനയും വിശുദ്ധ കുർബാനയും ലതീഞ്ഞും നടക്കും. ഫാദർ അലക്സ് ചേന്നംകുളം കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 6 മണിക്ക് വാഹന വെഞ്ചരിപ്പ് നടക്കും. ഫെബ്രുവരി 7-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 4:15 സെമിത്തേരിയിൽ പൊതു ഒപ്പീസും തുടർന്ന് വിശുദ്ധ കുർബാനയും നടക്കും. ഫാദർ ജോർജ് കൊല്ലംപറമ്പിലിന്റെ കാർമ്മികത്വത്തിലാണ് കുർബാന നടക്കുക. 8-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് നൊവേനയും തിരുനാൾ പാട്ടുകുർബാനയും ഫാദർ സെബാസ്റ്റ്യൻ അമ്പാട്ടുകുന്നലിന്റെ കാർമ്മികത്വത്തിൽ നടക്കും. തുടർന്ന് പണിക്കൻകുടി കപ്പേളയിലേക്ക് പ്രദക്ഷിണമുണ്ടായിരിക്കും. ഫാദർ ജുൻസ് കാരക്കാട്ട് സന്ദേശം നൽകും. ഫെബ്രുവരി 9-ാം തീയതി രാവിലെ 5:15 7:30 വിശുദ്ധ കുർബാന നടക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ മാത്യു പൊന്നമ്പേൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോൺ ചേനംചെറിയിൽ സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണവും 7 മണിക്ക് സമാപന ആശീർവാദവും സ്നേഹവിരുന്നും മ്യൂസിക് ഫ്യൂഷൻ നൈറ്റും ഉണ്ടായിരിക്കുമെന്ന് ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ വടക്കേൽ, സഹവികാരി ഫാദർ ജോർജ് വള്ളിക്കാട്ട് എന്നിവർ അറിയിച്ചു. ചെമ്പകത്തൊഴുകുടി മുതുവാൻ സമുദായത്തിന്റെ സഹകരണത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച ശിവപാർവതിയമ്മൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവവും കുംഭാഭിഷേകവും നടന്നു. ക്ഷേത്രം തന്ത്രി ആത്മന്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ചിന്നക്കനാൽ ചെമ്പകത്തൊഴുകുടി മുതുവാൻ ഗോത്രവർഗ സമൂഹത്തിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ശിവപാർവതിയമ്മൻ ക്ഷേത്രം നിർമ്മാണം പൂർത്തീകരിച്ചത്. വിവിധ ഗോത്ര സമൂഹങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയാണ് കൃഷ്ണശിലയിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും ശിലയെത്തിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മുതുവാൻ ആദിവാസി സമൂഹത്തിന് ആരാധിക്കാൻ ശിവപാർവതിയമ്മൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം സമീപ പ്രദേശങ്ങളിൽ ഇല്ലാത്തതിനെ തുടർന്നാണ് പുതിയ ക്ഷേത്രം നിർമ്മിക്കാനും പ്രതിഷ്ഠ നടത്തുവാനും മുതുവാൻ സമുദായം തീരുമാനിച്ചത്. 31-ാം തീയതി ക്ഷേത്രം തന്ത്രി ആത്മന്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം പൂജാരി ചന്ദ്രൻ പൂജാരിയുടെ സഹകാർമ്മികത്വത്തിലും പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടന്നു. തുടർന്ന് അഷ്ടബന്ധന മഹാകുംഭാഭിഷേകം നടത്തി. പുണ്യനദികളിൽ നിന്നും എത്തിച്ച തീർത്ഥം ഉപയോഗിച്ചാണ് കുംഭാഭിഷേകം നടന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് അന്നദാനവും മുതുവാൻ സമുദായത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളും ചെമ്പകത്തൊഴുകുടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ശിവപാർവതി ക്ഷേത്രസന്നിധിയിലേക്ക് പാലക്കുട ഘോഷയാത്രയും നടന്നു. അരുൾമിക ശ്രീ ശിവപാർവതിയമ്മൻ ക്ഷേത്രത്തിന്റെ അഷ്ടബന്ധ മഹാകുംഭാഭിഷേകം 2/1/2025 തീയതി നമ്മുടെ സ്വാമി ആത്മാനന്ദയുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയും അനവധിയുള്ള കോടിജനങ്ങളും കോടിജനങ്ങളും ഇങ്ങോട്ട് വന്ന് ഈ ദർശനം കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുമായിട്ടുള്ള സന്തോഷമുണ്ട്. കുംഭാഭിഷേകത്തിൽ പങ്കെടുക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ജാതിമത ഭേദമന്യേ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ക്ഷേത്രം പൂജാരി ചന്ദ്രൻ, ഭാരവാഹി ശക്തിവേൽ, കുടിനിവാസികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. SNDP യോഗം കട്ടപ്പന പുളിയൻമല ശാഖയിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും പഠന ക്ലാസും നടന്നു. യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം 4998-ാം നമ്പർ പുളിയൻമല ശാഖയിലാണ് ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും പഠന ക്ലാസും നടത്തിയത്. ഷുഗർ, പ്രഷർ തുടങ്ങിയവയാണ് പരിശോധിച്ചത്. തുടർന്ന് ജീവിതശൈലി എന്ന വിഷയത്തിൽ പഠന ക്ലാസും നടന്നു. യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തീർത്ഥാടന കാലഘട്ടങ്ങളിൽ അരുളി ചെയ്യുമ്പോൾ ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ എത്രമാത്രം ഒരു പ്രാധാന്യം ഇതിനുണ്ട് എന്നത് നാം അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഇന്നെത്തിയിരിക്കുന്നത് എവിടെയാ? സ്വച്ഛ ഭാരത് എത്തിനിൽക്കുകയാണ്. ആ സ്വച്ഛ ഭാരത് എന്ന് പറഞ്ഞ മുദ്രാവാക്യം 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തീർത്ഥാടന ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി ഇത് പറഞ്ഞിരിക്കുന്നു. നമ്മൾ വെറുതെ കൂടിയാൽ മാത്രം പോരാ,
ആ വിഷയങ്ങളെ സംബന്ധിച്ച് ഗഹനമായി പഠിക്കണം. കട്ടപ്പന താലൂക്ക് ആശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. JPHN ബിന്ദു ദിലീപ്, താലൂക്ക് ആശുപത്രി നഴ്സ് പ്രീത, ആശാ വർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശാഖായോഗം പ്രസിഡന്റ് പ്രവീൺ വട്ടമല ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി JNMR, PN മോഹനൻ, EA ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ഓക്സിലിയം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാർഷിക ആഘോഷ പരിപാടികൾ നടന്നു. ഫെയർവെൽ ഫിയസ്റ്റ എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വിപുലമായ പരിപാടികളോടെയാണ് വാർഷിക ആഘോഷം സംഘടിപ്പിച്ചത്. ഫെയർവെൽ ഫിയസ്റ്റ എന്ന പേരിലാണ് പരിപാടി നടന്നത്. കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഫാദർ അനിൽ ഈപ്പൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ സിസ്റ്റർ സാലി എബ്രഹാം അധ്യക്ഷയായിരുന്നു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കർഷകർക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കി മലയാള മനോരമ കർഷകശ്രീ ഒരുക്കുന്ന കർഷക സഭയ്ക്ക് തിങ്കളാഴ്ച കട്ടപ്പനയിൽ തുടക്കമാകും. 3 ദിവസങ്ങളായി കട്ടപ്പന പള്ളിക്കവല സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടക്കുന്ന കാർഷിക മേളയിൽ വിവിധ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, കൃഷിശാസ്ത്രജ്ഞർ, വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ സംവദിക്കും. മേളയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ഏലകൃഷി ശാസ്ത്രീയമായി ചെയ്യേണ്ട രീതികൾ, ഏലം കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ, പരിഹാരങ്ങൾ, കൃഷി ലാഭകരമാക്കാനുള്ള വഴികൾ, വളം, കീടനാശിനി ഉപയോഗം, പുതിയ വിപണന മാർഗങ്ങൾ എന്നിവയെപ്പറ്റി കാർഷിക മേളയിൽ കൃഷി ഗവേഷകർ, ശാസ്ത്രജ്ഞർ തുടങ്ങിയവർ ക്ലാസുകൾ നയിക്കും. വിജയിച്ച കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് എങ്ങനെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഏലത്തിന് മികച്ച വില നേടാം എന്നതിനെപ്പറ്റിയും വിദഗ്ധർ ക്ലാസുകൾ നയിക്കും. പൊതുജനങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അവസരമുണ്ട്. അപ്പോൾ കർഷകശ്രീയും കർഷകരും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഈ 30ാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലുടനീളം പ്രധാന കാർഷിക മേഖലകളിൽ നമ്മൾ കർഷക സഭ എന്ന പേരിൽ കർഷക കൂട്ടായ്മകൾ ഒരുക്കുകയാണ്. അതത് മേഖലയിലെ അതത് മേഖലകളിൽ കൃഷിയും കർഷകരും നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും തുറന്നു ചർച്ച ചെയ്ത് പരിഹാരം തേടുകയും ഈ പ്രശ്നങ്ങൾ അധികാരികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ കർഷക കൂട്ടായ്മകളുടെ ലക്ഷ്യം. ഈ കർഷക സഭാ പരമ്പരയിലെ ഏറ്റവും ആദ്യത്തെ കർഷക കൂട്ടായ്മയാണ് കട്ടപ്പനയിൽ പള്ളിക്കവല സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ ഫെബ്രുവരി 3 രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഈ കർഷക സഭയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. കർഷക സഭയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന പ്രദർശന വിപണനമേളയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയുമുണ്ട്. അറിയാനും ആസ്വദിക്കാനും സ്വന്തമാക്കാനുമായി ഒട്ടേറെ കൃഷി പുതുമകളാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഗുണമേന്മയേറിയ ഫലവൃക്ഷ തൈകൾ, അപൂർവ ഇനം പൂച്ചെടികൾ, വിത്തുകൾ എന്നിവയുമായി സംസ്ഥാനത്തെ പ്രമുഖ നഴ്സറികൾ കർഷക സഭയിൽ പങ്കെടുക്കും. വിവിധ ഇനം കാർഷിക യന്ത്രങ്ങൾ, ഡ്രയറുകൾ, പുതുതലമുറ വളങ്ങൾ, പോട്ടിംഗ് മാധ്യമങ്ങൾ, കീടനാശിനികൾ, കൃഷിയിലെ പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവയെല്ലാം കർഷക സഭയിലെ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വിള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സ്റ്റാളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. വിപണന മേളയുണ്ട്. നമുക്ക് 50ഓളം സ്റ്റാളുകൾ, വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന സ്റ്റാളുകൾ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങൾ വിൽക്കുന്നതിനും അത് കാണുന്നതിനും വാങ്ങുന്നതിനുമുള്ള അവസരമുണ്ട്. അതുപോലെ കാർഷിക നഴ്സറികളുടെ പ്രദർശനമുണ്ട്. വിത്തുകൾ, അപൂർവ ഇനം പൂച്ചെടികൾ, പ്രമുഖ നഴ്സറികൾ പലരും ഇതിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ 3 ദിവസവും ഇടുക്കിയിലുള്ള, പ്രത്യേകിച്ച് കട്ടപ്പനയുടെ പ്രദേശങ്ങളിലുള്ള കൃഷിയുമായിട്ട് താല്പര്യമുള്ളവർക്കെല്ലാം വന്ന് പങ്കെടുക്കുന്നതിനുള്ള അവസരമുണ്ട്. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ ഇടുക്കി ജില്ലയിലെ വന്യമൃഗശല്യം, ഭൂപ്രശ്നങ്ങൾ, കുരുമുളക് കൃഷിക്ക് ഉണർവേകാനുള്ള പുതുവഴികൾ, വിദേശി ഇനം പഴവർഗ കൃഷി തുടങ്ങിയ വിവിധ സെമിനാറുകളിൽ ചർച്ച നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9567600905 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ.
സന്ദർശകരെ വരവേൽക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഗാർഡന്റെ ഭാഗമായി മുതിരപ്പുഴയുടെ തീരത്ത് റിവർ ബാങ്ക് വ്യൂ പോയിന്റ് സജ്ജീകരിച്ചു. ഗാർഡനിൽ എത്തുന്ന സഞ്ചാരികൾക്ക് പുഴയോരത്തിരുന്ന് സ്വസ്ഥമായി പുസ്തകങ്ങൾ വായിക്കാനും വിശ്രമിക്കാനും ഒക്കെ ഇനി മുതൽ സാധിക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഗാർഡനിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. മൂന്നാർ ദേവികുളം റോഡരികിലാണ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്ന നിരവധി കാഴ്ചകൾ ഗാർഡനിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനൊപ്പമാണ് ഗാർഡന്റെ ഭാഗമായി മുതിരപ്പുഴയുടെ തീരത്ത് റിവർ ബാങ്ക് വ്യൂ പോയിന്റ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഗാർഡനിൽ എത്തുന്ന സഞ്ചാരികൾക്ക് പുഴയോരത്തിരുന്ന് സ്വസ്ഥമായി പുസ്തകങ്ങൾ വായിക്കാനും വിശ്രമിക്കാനുമൊക്കെ ഇനി മുതൽ സാധിക്കും. മൂന്നാർ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ കഴിഞ്ഞ ഡിസംബർ മുതൽ ധാരാളം സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വദേശീയരും വിദേശീയരുമായിട്ടുള്ള സഞ്ചാരികൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് ഇരട്ടിയോളം ആൾക്കാർ ഈ കാലയളവിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിച്ചു കഴിഞ്ഞു. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ സഞ്ചാരികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുതിരപ്പുഴ റിവറിനോട് ചേർന്ന് അതിൻ്റെ തീരത്ത് ഒരു റിവർ ബാങ്ക് വ്യൂ പോയിൻ്റ് ഒരുക്കിയിട്ടുണ്ട്. അത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് സ്വദേശീയരായ സഞ്ചാരികൾക്ക് യോഗ ചെയ്യുന്നതിനും അങ്ങനെയുള്ള എൻജോയ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഗാർഡനിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. രാത്രികാലത്ത് പാർക്കിലെ പ്രത്യേക വൈദ്യുതാലങ്കാരങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്നതാണ്. കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ, വാച്ച് ടവർ, ഗ്ലാസ് ഹൗസ്, ഭക്ഷണശാല, മഴമറ പൂന്തോട്ടം, ശുചിമുറികൾ, സെൽഫി പോയിന്റ്, ആന, ജിറാഫ്, കാട്ടുപോത്ത്, ദിനോസർ ശില്പങ്ങൾ, നടപ്പാതകൾ, റെയിൻ ഷെൽട്ടറുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയും ഗാർഡനിലുണ്ട്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് പ്രവേശന നിരക്ക്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് ഗാർഡനിലെ പ്രവേശന സമയം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തൊടുപുഴ മൂലമറ്റത്ത് പായയിൽ കെട്ടിയ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പുരുഷന്റെ മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കം. സംഭവം കൊലപാതകമാകാമെന്ന നിഗമനത്തിൽ പോലീസ്. ബൈസൺ വാലി കൊച്ചുപ്പിൽ ടോറസ് ലോറി അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചത് വാഹനത്തിന്റെ ഡ്രൈവർ കമ്പിളികണ്ടം സ്വദേശി ആകാശ്. അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നും പാറപ്പൊടിയുമായി വന്ന ടോറസ് ലോറി. CPM ജില്ലാ സമ്മേളന നഗറിലേക്കുള്ള ദീപശിഖ പ്രയാണം ആരംഭിച്ചു. രക്തസാക്ഷി KK വിനോദിന്റെ ഇരട്ടയാറിലെ സ്മൃതി മണ്ഡപത്തിൽ ജില്ലാ സെക്രട്ടറി CV വർഗീസ് ദീപശിഖ പ്രയാണം ഉദ്ഘാടനം ചെയ്തു. 2026 തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ 3ാം തവണയും അധികാരത്തിലെത്തുമെന്ന് CV വർഗീസ്. കാട്ടുകൊമ്പൻ പടയപ്പ മദപ്പാടിലെന്ന് വനം വകുപ്പ്. മദപ്പാട് കണ്ടതോടെ ആനയെ നിരീക്ഷിക്കാനായി വാച്ചർമാരടങ്ങുന്ന പ്രത്യേക സംഘത്തെ വനം വകുപ്പ് നിയോഗിച്ചു. കഴിഞ്ഞ വർഷം മദപ്പാട് കാലത്ത് പടയപ്പ അക്രമാസക്തനാകുകയും ഇരുചക്ര വാഹനങ്ങളടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.